ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. തെങ്ങുകളിൽ ചെല്ലികൾ പെരുകുന്നു, കേര കർഷകർ പ്രതിസന്ധി. നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെങ്ങ് കൃഷിയിലേക്ക് വീണ്ടും തിരിച്ചുവരുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ തെങ്ങ് കൃഷിയെ സാരമായി ബാധിക്കുന്ന ചെല്ലികളുടെ ആക്രമണം കേര കർഷകർക്ക് വൻ പ്രതിസന്ധിയാവുകയാണ്. പരമ്പരാഗത നാടൻ ഇനങ്ങളും കുള്ളൻ, കുറ്റ്യാടി ഹൈബ്രിഡ് ഇനങ്ങളും കർഷകർ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ചെല്ലി എന്ന ഉപദ്രവ കീടത്തിന്റെ ആക്രമണമുണ്ടാകാത്ത ഇനം തെങ്ങിൻ തൈകൾ എന്ന പേരിൽ വിൽപ്പന നടത്തി സ്വകാര്യ അഗ്രികൾച്ചറൽ നഴ്സറികളിൽ വ്യാപകമായി കച്ചവട ചൂഷണവും നടക്കുന്നുണ്ട്. വണ്ട് കുടുംബത്തിലെ ഒരിനം പറക്കുവാൻ കഴിവുള്ള ഷഡ്പദമാണ് ചെല്ലി. വെട്ടി ചെല്ലി ഇപ്പോൾ ഇന്ന് 30 ചെല്ലിനെ കിട്ടിയിട്ടുണ്ട്. ബാക്കി 20 ചെല്ലിത്തോളം തല പോയതും വാല് പോയതും ഒക്കെ ഈ തെങ്ങിൻ്റെ കടക്ക കിടപ്പുണ്ട്. മാസം ഒരു 15 ദിവസം കൂടുമ്പോൾ മരുന്ന് ഒഴിച്ചില്ല, അല്ലെങ്കിൽ ആൾ ഈ ചോട്ടിലേക്ക് വന്നില്ലെങ്കിൽ ചെല്ലി നമ്മളറിയില്ല വന്ന് കയറണത്. കൈയുടെ ഉള്ളിക്കടെ കയറി സെൻറ്റർ ഭാഗം കണ്ടാണ് കുത്തണത്. ഒരു കൂട്ടമാണ് വന്നത്. കറുത്ത ചെല്ലിയല്ല, ചുമന്ന ചെല്ലിയാണ്. കറുത്ത ചെല്ലിയാണെങ്കിൽ ഓർണ വരുള്ളൂ. ചുമപ്പാകുമ്പോൾ 10, 100, 150 വെച്ചൊക്കെ വന്നത്. അതിൻ്റെ ആ തെങ്ങിൻ്റെ കട അങ്ങോട്ട് കളഞ്ഞതിൻ്റെ ശേഷമേ അടുത്ത തെങ്ങിലേക്ക് ഇത് പകരുള്ളൂ. പൂവപ്പടി, മുടക്കട, ഒക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പട്ടാല് സൈഡിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വീടുകളിൽ പോയി പണിയണം. ചെല്ലി കാരണം ഒരു രക്ഷയില്ല. ചെല്ലി നോക്കാനേ നേരമുള്ളൂ. തെങ്ങിനെ വളരെയധികം ഉപദ്രവിക്കുന്ന ഒരു കീടമാണിത്. പ്രായമായെത്തിയ വണ്ട് ഓലകളുടെ ഇടയിലൂടെ അഗ്രഭാഗം തുറന്നു കയറി വളരാത്ത കൂമ്പോലകളെയും ചൊട്ടകളെയും തിന്ന് നശിപ്പിക്കുന്നു. ആക്രമണ വിധേയമായ ഓലകൾ വിടരുമ്പോൾ അവ അരികിൽ നിന്ന് മധ്യഭാഗത്തേക്ക് നേരെ വെട്ടിമുറിച്ച രീതിയിൽ കാണപ്പെടുന്നതാണ് ഇതിന്റെ ലക്ഷണം. ഇളംകൂമ്പിനെ ആക്രമിക്കുന്നത് കാരണം പൂങ്കുലകൾ നശിപ്പിക്കപ്പെടുകയും തേങ്ങയുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. ചെല്ലിക്കോൽ ഉപയോഗിച്ച് തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് വണ്ടിനെ കുത്തിയെടുത്ത് നശിപ്പിച്ചു കളയുന്ന രീതി കർഷകർ പണ്ടുമുതലേ ചെയ്യുന്നതാണ്. വീര്യമേറിയ രാസകീടനാശികളുടെ ഉപയോഗിച്ചിട്ടും ഇവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവുന്നുള്ളൂ. തെങ്ങിന്റെ കൂമ്പുഭാഗങ്ങളെയും ഇളം ഓലകളെയും തിന്നു നശിപ്പിക്കുന്ന ചുവന്ന നിറത്തിലുള്ള ചെമ്പൻ ചെല്ലികൾ വ്യാപകമാവുകയാണ് കൂവപ്പടി പ്രദേശങ്ങളിൽ. തെങ്ങിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ച് വിളവ് കുറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 30, 40, 50, 60 വെച്ചാണ് ഓരോന്ന് വന്നത്. ഒരു കൂട്ടമാണ് വന്നത്. ഇത് എപ്പോൾ ഏത് സമയത്താണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. നമ്മൾ കൊച്ചു പിള്ളേരെ നോക്കുന്ന പോലെ നോക്കിയാലാണ് നമ്മൾ ഒരു 500, 600 വേണം പുറത്താണ് ഒരു തെങ്ങ് വെക്കുന്നത്. ആ തെങ്ങ് വെച്ച് ഒരാൾ പൊക്കം കഴിയുമ്പോഴേക്കും ചെല്ലി വന്ന് കയറും. അതിൻ്റെ ഈ മേടിക്കുന്ന തെങ്ങിൻ്റെ ഈ കൂമ്പിന് നല്ല പഞ്ചസാരയുടെ മധുരമാണ്. നാടൻ തെങ്ങാണെങ്കിൽ ഈ ചെല്ലി കയറില്ല, പിടിക്കില്ല, അതായത് ഒരു തെങ്ങിൽ നിന്നും ശരാശരി 10ഉം 80ഉം ചെല്ലികളെ ലഭിക്കാറുണ്ടെന്ന് കർഷകരായ മണി കൈതക്കോടും KK ശാരദ കുഞ്ഞമ്മയും പറഞ്ഞു. നിലവിലുള്ള നിയന്ത്രണ മാർഗങ്ങളൊന്നും പര്യാപ്തമല്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. ഇതുമൂലം നാമമാത്ര ചെറുകിട കർഷകർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഈ സീസണിലെ ഇടവിട്ടിടവിട്ടുള്ള മഴയും ചെല്ലി നിയന്ത്രണ മാർഗങ്ങൾക്ക് തടസ്സമായതായി ഇവർ പറയുന്നു. കർഷകർക്ക് വേണ്ടത്ര ബോധവൽക്കരണം നൽകാൻ കൃഷിവകുപ്പ് തയ്യാറാകണം. സൗജന്യ കീടനാശിനികൾ അടിയന്തരമായി വിതരണം ചെയ്തില്ലെങ്കിൽ കേര കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.